ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ലോകമെമ്പാടുമുള്ള എപ്പിസ്കോപ്പൽ സഭകൾ ഇന്ന് ഗുഡ് ഫ്രൈഡേ ആചരിച്ചപ്പോൾ ഈ ഗുഡ് ഫ്രൈഡേ ഇന്ന് നമ്മെ വിളിച്ചറിയിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്തെയാണെങ്കിൽ 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഗോൽഗോഥായിൽ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിതനായ യേശുവിൻ്റെ ക്രൂശുമരണം വിളിച്ചു പറയുമ്പോൾ നമുക്കിന്ന് സന്തോഷിക്കേണ്ടതിനുമാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ മേൽ അധികാരം വെച്ചിരുന്ന പാപത്തിൻ്റെ കടച്ചീട്ടിനെ കീറിക്കളഞ്ഞ് പാപത്തിൻ്റെ അധമപാതാളത്തിൽ കിടന്ന നമ്മെ വിടുവയ്ക്കുവാൻ സ്വന്തം പുത്രനെ കാൽവറിയിൽ യാഗമാക്കിയ പിതാവിൻ്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ, നമ്മുടെ പാപത്തെ ചുമന്നൊഴിക്കുവാൻ ഗോൽഗോഥാ മലയിലേക്ക് ക്രൂശുമായി കയറിപ്പോയി അതിൽ തൂക്കപ്പെട്ടവനായി നമ്മുടെ പാപത്തെ നീക്കിക്കളയാൻ അവസാന തുള്ളി രക്തം വരെ നൽകിയ കർത്താവിനെ ഓർക്കുമ്പോൾ, ആ കർത്താവിൻ്റെ ക്രൂശുമരണം എനിക്കും നിങ്ങൾക്കും വിടുതൽ നൽകിയെങ്കിൽ കർത്താവിനോട് ചേർന്ന് നടക്കുന്നവരായി ദൈവശബ്ദം അനുസരിക്കുന്നവരായി മാറുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മെ ഓർപ്പിക്കുന്നു, ക്രിസ്തുയേശുവിൻ്റെ ഭാവം നിങ്ങൾ തന്നെ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിൻ്റെ ഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി എഴുതുന്നവരായി മാറുവാൻ, സ്നേഹത്തിൻ്റെയും താഴ്മയുടെയും കരുണയുടെയും ഒക്കെ ഉദാഹരണമായിരിക്കുന്ന നിറകുടമായിരിക്കുന്ന യേശു നമ്മുടെ ജീവിതത്തിൽ വാഴുന്ന ദിനങ്ങളായി മാറുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. അനേക വിശിഷ്ട സ്വഭാവങ്ങൾ കർത്താവിലുള്ളത് തിരുവഴുത്തോട് നമ്മെ വിളിച്ചു കാട്ടുമ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ ആത്മ നമ്മെ ഓർപ്പിക്കുന്നത്, ക്രൂശ് മരണം തൻ്റെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് ഗെത്സമനയിൽ പിതാവിൻ്റെ അടുക്കൽ പ്രാർത്ഥിപ്പാൻ പോയ യേശു കർത്താവിൻ്റെ മാതൃക നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ അല്ലെങ്കിൽ നേരിടുന്ന വിഷയങ്ങളുടെ മുമ്പിൽ പതറിപ്പോകാതിരിപ്പാൻ പ്രാർത്ഥിക്കുന്നവരായി മാറുവാൻ, പ്രാർത്ഥനയാൽ ജയം വരിക്കുന്നവരായി മാറുവാൻ. അതുമാത്രമല്ല, പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ആഗ്രഹം നിവർത്തീകരിക്കാനാണെങ്കിൽ യേശു കാൽവറിയിൽ ക്രൂശിതനാകാൻ പോകുന്നതിന് മുമ്പ് ഗെത്സമനയിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീ നീക്കണം, അടുത്തത് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവഹിതത്തിനനുസരിച്ച് നടക്കുവാൻ, ദൈവഹിതം നമ്മിൽ നിറവേറുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ നല്ല ഭാവം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും വെളിപ്പെടുവാൻ, ക്ഷമയുടെ, സ്നേഹത്തിൻ്റെ, സഹോദരത്തിൻ്റെ, കരുതലിൻ്റെ, നല്ല ഭാവത്തിൻ്റെ ഉടമകളായി മാറുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് നമ്മെ നോക്കി മറ്റുള്ളവർ പറയേണ്ടതിന്, പ്രിയ ദൈവ പൈതലേ, നമുക്ക് ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി മാറാം. നമ്മെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവാനുരൂപികളായി കർത്താവിനോട് ചേർന്ന് ചുവട് വയ്ക്കുന്ന ദിനങ്ങളായി മാറേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.